ശബരിമലയിലെ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട അന്വേഷണം വഴിമുട്ടിയ നിലയിലേക്ക് പോവുകയാണ്. കാരണം ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട 5 പേരിലേക്ക് അന്വേഷണം എത്താനുള്ള സാഹചര്യം ഉണ്ടായ അവസ്ഥയിൽ അവരെല്ലാം മുങ്ങിയതായാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ. അത് ഇങ്ങനെയാണ്. ശബരിമലയിലെ ഉണ്ണികൃഷ്ണൻ പോറ്റി 5 പേരുടെ പേരുകളാണ് തുടക്കത്തിൽ പറഞ്ഞിരുന്നത്. ആ 5 അംഗ സംഘം മുങ്ങിയതായാണ് പറയുന്നത്. ഇവർ കർണാടക, തെലങ്കാന പോലീസിന്റെ നിരീക്ഷണത്തിലായിരുന്നുവെന്നാണ് ആദ്യം അന്വേഷണ സംഘം അറിയിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ അവർക്ക് നോട്ടീസ് നൽകിയിട്ടുണ്ട്. ചോദ്യം ചെയ്യലിനുമായി ബന്ധപ്പെട്ട് നോട്ടീസ് നൽകിയെങ്കിൽ അത് കൈപ്പറ്റിയിട്ടില്ല. അവർ എവിടെയാണ്, എന്താണ് അവരുടെ പരിപാടികൾ എന്നതിനെ കുറിച്ചൊന്നും കൃത്യമായ വിവരങ്ങൾ ഇപ്പോൾ അന്വേഷണ സംഘത്തിനില്ല. ഇതിന് പിന്നാലെയാണ് അന്വേഷണ സംഘത്തെ ആശങ്കപ്പെടുത്തിക്കൊണ്ട് ഇവർ ഈ സംസ്ഥാനം വിട്ടിരിക്കാനുള്ള, ഒളിവിൽ പോകാനുള്ള സാധ്യത നിലവിൽ കാണുന്നത്. അങ്ങനെ വരികയാണെങ്കിൽ അന്വേഷണം പകുതി വഴിയിൽ വഴിമുട്ടും. കാരണം ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി, അത് കഴിഞ്ഞ് മുരാരി ബാബു, അതിനുശേഷമാണ് ഈ 5 പേരിലേക്ക് അന്വേഷണം നീണ്ടാൽ മാത്രമേ ദേവസ്വം ബോർഡിന്റെ ഉന്നതർ, അതോടൊപ്പം തന്നെ ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്, അതോടൊപ്പം തന്നെ മന്ത്രിമാർ എന്നിവരിലേക്കെല്ലാം അന്വേഷണം എത്താൻ ഈ 5 പേരെ ചോദ്യം ചെയ്താൽ മാത്രമേ കഴിയുകയുള്ളൂ. ഒന്ന്, ബാംഗ്ലൂർ സ്വദേശികളായി കരുതപ്പെടുന്ന കൽപേഷ്, ഗോവർദ്ധൻ, അതോടൊപ്പം തന്നെ ഹൈദരാബാദ് സ്വദേശി നാഗേഷ് എന്നിവരാണ് ഈ 5 അംഗ സംഘത്തിലെ പ്രധാനികൾ. അതോടൊപ്പം തന്നെ മറ്റ് പ്രതിയായി കണക്കാക്കപ്പെടുന്ന സ്മാർട്ട് ക്രിയേഷന്റെ CEO ആയ പങ്കജ് ഭണ്ഡാരി, അദ്ദേഹത്തെയും ഇപ്പോൾ എവിടെയാണെന്ന് വ്യക്തമല്ല. അങ്ങനെ ഈ വ്യക്തികളെ, നമ്മുടെ കേരളത്തിന് പുറത്തുള്ള വ്യക്തികളെ ചോദ്യം ചെയ്താൽ മാത്രമേ ഈ സ്വർണം എന്തു ചെയ്തു, ആർക്കു വേണ്ടിയാണ് സ്വർണം ഉരുക്കി വിറ്റത്, സ്വർണ്ണപ്പാളി വിവാദത്തിലെ കേസ് ആരുടെ സ്വാധീനത്താലാണ്, ഈ പണം എത്ര കൊടുത്തു, ആർക്ക് കൊടുത്തു, എങ്ങനെ കൊടുത്തു, അതോ റിയൽ എസ്റ്റേറ്റിലേക്ക് മുടക്കിയോ, അതോ മറ്റു രീതിയിൽ പണമായി നൽകിയോ, അതോ മറ്റു സേവനങ്ങളായി നൽകിയോ എന്നതിനെ കുറിച്ചെല്ലാം വ്യക്തമായ അറിവ് ലഭിക്കണമെങ്കിൽ ഇതിൽ ദേവസ്വം ബോർഡ് മന്ത്രിമാരുടെ എല്ലാം പേരുകൾ ഉയർന്നു കേൾക്കുന്നുണ്ടല്ലോ. അതോടൊപ്പം തന്നെ മുൻ ദേവസ്വം ബോർഡ് കമ്മീഷണറായ വാസു, ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാർ എന്നിവർക്കെല്ലാം ഇതിൽ കൃത്യമായ പങ്കുണ്ടോ എന്നതിനെല്ലാം കുറിച്ച് വിവരം ലഭിക്കണമെങ്കിൽ ഈ 5 പേരെ ചോദ്യം ചെയ്യണം. അതിന് ചോദ്യം ചെയ്യാനുള്ള വഴി ഉണ്ടായിരുന്നു. ഇങ്ങനൊരു സാഹചര്യം ഉണ്ടാക്കിയത് ആരാണ്? അത് അന്വേഷണ സംഘമാണ്. കോടതി ഇടപെടുന്നു, പിന്നീട് അന്വേഷണ സംഘത്തെ നിയമിക്കുന്നു. പിന്നീട് ആ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന ഇതിന്റെ ആദ്യത്തെ പ്രതിയെ പിടികൂടാൻ എടുത്തതോ ഒരാഴ്ചയിലധികം. പിന്നീട് ചില വിവരങ്ങൾ പുറത്തു വന്നല്ലോ, ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെ ഒളിവിൽ പോകാനുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു. ആ ശ്രമങ്ങളിൽ നിന്നും പിന്നീട് എങ്ങനെയോ അദ്ദേഹത്തിന് ഉറപ്പ് ലഭിച്ചിരിക്കും, താങ്കൾ കീഴടങ്ങൂ, താങ്കളെ വച്ച് ഈ അന്വേഷണം അവസാനിപ്പിക്കാമെന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കേരള രാഷ്ട്രീയത്തിൽ മുൻപും ഇത്തരം സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലോ. സരിതാ നായരുമായി ബന്ധപ്പെട്ട കേസ്, സോളാർ സമരവുമായി ബന്ധപ്പെട്ട് സരിതാ നായരിൽ ഒതുക്കുകയാണ്. സ്വപ്ന സുരേഷുമായി സ്വർണ്ണക്കടത്ത്, അവിടെ സ്വപ്ന സുരേഷ് ഒതുക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ട് തങ്ങളെ സംരക്ഷിക്കാൻ തങ്ങൾ ആരുടെ മൊഴി പറയരുത്, കീഴടങ്ങൂ എന്ന് ആരെങ്കിലും ആവശ്യപ്പെട്ടാൽ അദ്ദേഹത്തിന് പിന്മാറാൻ കഴിയില്ലല്ലോ. ഇപ്പോൾ ബാബുവിനെ അറസ്റ്റ് ചെയ്യുകയും ബാബുവിന്റെ അറസ്റ്റോടുകൂടി തന്നെ ഇത് അവസാനിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. കാരണം മുൻപ് വിജിലൻസ് ADGP ആയിരുന്ന, അതോടൊപ്പം തന്നെ പല ഉന്നത ഉദ്യോഗസ്ഥരും പറയുന്നത് ഇത് പല സംസ്ഥാനങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന ഒരു കേസാണ്. അതുകൊണ്ട് തന്നെ ഈ കേസ് അന്വേഷിക്കാൻ CBI വരണം. അല്ലാതെ ഈ അന്വേഷണ സംഘത്തുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇതായിരിക്കും അവസ്ഥ. ഇവർ നോട്ടീസ് നൽകി കാത്തിരുന്ന് ചോദ്യം ചെയ്ത് വരുമ്പോഴേക്കും ആളുകളെ ഒന്ന് കാണാതാകും. അവർ എന്തായാലും വിദേശ രാജ്യങ്ങളിലേക്ക് രക്ഷപ്പെടാനുള്ള, അതോടൊപ്പം തന്നെ മറ്റു സംസ്ഥാനങ്ങളിലേക്ക് രക്ഷപ്പെടാനുള്ള സാധ്യതയാണ് നിലവിൽ കാണുന്നത്. അവർക്ക് പിന്നീട് ജാമ്യം എടുത്ത് തിരിച്ചു വരാം. ഇവരെ കൂടുതൽ ചോദ്യം ചെയ്യാൻ കഴിയില്ല. ഇവർക്ക് പൂർണ്ണ പിന്തുണയായിരിക്കും ലഭിക്കുക. ഏറ്റവും ഉദാഹരണമായി നമുക്കറിയാമല്ലോ, ഈ സംസ്ഥാനങ്ങൾ തന്നെ എടുത്തു നോക്കൂ. ഇപ്പോൾ കേരളം ഭരിക്കുന്നത് LDF ആണ്, തമിഴ്നാട് DMK, കർണാടക കോൺഗ്രസ് സർക്കാർ, ഇവരെല്ലാം ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ്. അപ്പോൾ ഇവർ പരസ്പരം ചതിക്കാറില്ല. തമിഴ്നാട്ടിലെ സർക്കാരിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് പരിഹരിക്കാനുള്ള ഒരു ശ്രമം പിണറായി സർക്കാരിന്റെ ഭാഗത്തു നിന്ന് നടത്തും. അപ്പോൾ പിണറായി സർക്കാരിന് എന്തെങ്കിലും പ്രതിസന്ധി ഉണ്ടെങ്കിൽ അത് സ്റ്റാലിന്റെ കൂടി കർത്തവ്യമാണ്. പിന്നീട് കോൺഗ്രസിന്റെ ഭരണം നടക്കുന്ന കർണാടകയിൽ ഇതിന് പങ്കുണ്ടെങ്കിൽ അവർ
കോൺഗ്രസിനെയും സംരക്ഷിക്കും, അതോടൊപ്പം തന്നെ കേരളത്തിലെ CPM-നെ സംരക്ഷിക്കും. കാരണം ഈ പാർട്ടികളെല്ലാം വളരേണ്ടതും ഒന്നിച്ച് നിൽക്കേണ്ടതും ഇന്ന് ഇന്ത്യ മുന്നണിയുടെ ഒരു കർത്തവ്യമാണ്. അപ്പോൾ സ്വർണ്ണപ്പാളി കേസും ഇന്ത്യ മുന്നണിയിൽ തട്ടി പൂർണ്ണമായി തന്നെ ഇല്ലാതാകാനുള്ള സാധ്യതയാണ് കാണുന്നത്. കാരണം ഈ LDF വീഴുകയാണെങ്കിൽ, അല്ലെങ്കിൽ DMK വീഴുകയാണെങ്കിൽ, കർണാടകയിൽ കോൺഗ്രസ് വീഴുകയാണെങ്കിൽ ഇത് എല്ലാവരെയും ബാധിക്കും. അതുകൊണ്ട് തന്നെ ഈ കേസ് പൂർണ്ണമായി തന്നെ ഇല്ലാതാക്കേണ്ടത്, പൂർണ്ണമായി തന്നെ അവസാനിപ്പിക്കേണ്ടത് ഇരു മുന്നണികളുടെയും കർത്തവ്യമാണ്. അതോടൊപ്പം തന്നെ ഇന്ത്യ മുന്നണിയുടെ ആവശ്യമാണ്. ആ രീതിയിൽ അപ്പോൾ ഇനി അവരുടെ ശ്രമം എങ്ങനെ ഈ കേസ് അവസാനിപ്പിക്കാമെന്നായിരിക്കും. ഉണ്ണികൃഷ്ണൻ പോറ്റിയിലും മുരാരി ബാബുവിലും മാത്രം അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങളായിരിക്കും നടത്തുന്നത് ഈ പ്രധാനപ്പെട്ട 5 പേർ. ഈ പ്രധാനപ്പെട്ട 5 പേരെ പൂർണ്ണമായി തന്നെ ഇനി സംരക്ഷിക്കും. അവരുടെ പേരുകൾ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ കൽപേഷ്, ഗോവർദ്ധൻ, നാഗേഷ്, അതോടൊപ്പം തന്നെ പങ്കജ് ഭണ്ഡാരി അടക്കമുള്ളവരെയാണ് ഇനി അറസ്റ്റ് ചെയ്യാനുള്ളത്. അവരെ ചോദ്യം ചെയ്യണം. ചോദ്യം ചെയ്യുമ്പോൾ മനസ്സിലാകും ഇതിൽ അവർക്ക് കൃത്യമായ പങ്കുണ്ട്. അവരറിഞ്ഞത് കൊണ്ടാണ് കേരളത്തിലെ ദേവസ്വം ബോർഡും അതോടൊപ്പം തന്നെ ഉന്നത ഉദ്യോഗസ്ഥരും മുതിർന്ന നേതാക്കളും എല്ലാവരും അറിഞ്ഞ് ഒറ്റക്കെട്ടായി ഇവരോടൊപ്പം നിന്ന് കൽപേഷിനും ഗോവർദ്ധനും അതോടൊപ്പം തന്നെ പങ്കജ് ഭണ്ഡാരിക്കും അടക്കം നാഗേഷിനും അടക്കം അങ്ങനെ ഇവരെല്ലാം ചേർന്നൊരു കൂട്ടുകച്ചവടമായിരുന്നു ഈ വലിയ തട്ടിപ്പ്. അല്ലാതെ ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റി മാത്രം വിചാരിച്ചാൽ ഇത്രയും സുരക്ഷയുള്ള ശബരിമല പോലുള്ള ഒരു വലിയ ക്ഷേത്രത്തിൽ നിന്നും സ്വർണ്ണപ്പാളി അടക്കമുള്ള കാര്യങ്ങൾ എങ്ങനെ അടിച്ചു മാറ്റാൻ കഴിയും? അപ്പോൾ അവിടുത്തെ സുരക്ഷാ ജീവനക്കാരുടെ പിന്തുണ കാണും, ദേവസ്വം ബോർഡ് ജീവനക്കാരുടെ പിന്തുണ കാണും. ഒന്നാമത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. അപ്പോൾ പാർട്ടിയുടെ മേൽത്തട്ടറിഞ്ഞാൽ മാത്രമേ കീഴ്ഘടകങ്ങൾക്ക് ഒരു തീരുമാനമെടുക്കാൻ കഴിയൂ, താഴ്ത്തട്ടിലുള്ള ഒരു നേതാവിന് തീരുമാനമെടുക്കാൻ കഴിയൂ, ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർക്ക് തീരുമാനമെടുക്കാൻ കഴിയൂ. അപ്പോൾ അതിൽ പാർട്ടിയുടെ പങ്കുണ്ട്. അങ്ങനെ വിവിധ മേഖലയിലുള്ള മറ്റു സംസ്ഥാനങ്ങളിലെ വ്യക്തികൾക്ക് പങ്കുണ്ട്. അപ്പോൾ വിവിധ സംസ്ഥാനങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന ഈ കേസ് കൃത്യമായി CBI അന്വേഷണം നടത്തിയില്ലെങ്കിൽ ആദ്യം രക്ഷപ്പെടാൻ പോകുന്നത് നമ്മുടെ ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെയായിരിക്കും. അദ്ദേഹം രക്ഷപ്പെട്ടാൽ മാത്രമേ ബാക്കിയുള്ളവർ രക്ഷപ്പെടുകയുള്ളൂ. അദ്ദേഹത്തിന് അനുകൂലമായ ഒരു സാഹചര്യമാണ് നിലവിൽ ഒരുക്കുന്നത്. നാം ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. ആദ്യമല്ല അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നപ്പോൾ വലിയ രീതിയിലുള്ള ആശങ്ക ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങളിൽ അദ്ദേഹം എന്തോ എല്ലാം വിളിച്ചു പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അറസ്റ്റ് ചെയ്തതിന് ശേഷം അദ്ദേഹത്തിന് ആത്മവിശ്വാസം വർദ്ധിക്കുകയാണ് ചെയ്തത്. ആത്മവിശ്വാസം എവിടെ നിന്നും വരുന്നു എന്ന് ചോദിക്കുമ്പോഴാണ് ഈ സർക്കാരിന്റെ പിന്തുണ അദ്ദേഹത്തിന് ലഭിക്കുന്നത്. വലിയ രീതിയിൽ പിന്തുണ ലഭിക്കുന്നുണ്ട്. അതിന്റെ ഒരു തുടക്കം മാത്രമാണ് ഈ 5 പേരെ ഇപ്പോൾ മുങ്ങിയതായുള്ള വിവരങ്ങൾ പുറത്തു വരുന്നത്. 5 പേർ മുങ്ങിയെന്ന് പറഞ്ഞാൽ അന്വേഷണം നിലച്ചു. കോടതി ഇടപെടൽ നടത്തുന്നുണ്ട്. കോടതി ഇടപെട്ടാലും തെളിവുകൾ ലഭിച്ചില്ലെങ്കിൽ പിന്നെ കോടതിയില്ല, പട്ടാളമില്ല, പോലീസില്ല. തെളിവുകൾ വേണമല്ലോ. ഒരാളെ കുറ്റക്കാരനായി കണ്ടെത്തണമെങ്കിൽ തെളിവുകൾ വേണം. അപ്പോൾ ആ തെളിവുകൾ പൂർണ്ണമായി തന്നെ ഇല്ലാതാവുകയാണ്. ഈ കേസുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനമായി കണ്ടെത്തേണ്ടത് എന്താണ്? ആ സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ട ആ സ്വർണമാണ്. ആ സ്വർണം എവിടെയാണ്, ആര് കൊണ്ടുപോയി, എങ്ങനെ കൊണ്ടുപോയെന്ന് കണ്ടെത്താൻ ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ വരുന്ന പുതിയ വിവരമനുസരിച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റി പോയ വഴിയുടെ റൂട്ട് മാപ്പ് കണ്ടെത്തുകയാണ്. ഇപ്പോൾ റൂട്ട് മാപ്പിലൂടെ ആയിരിക്കും ഇനി സഞ്ചാരം. 2019 ഈ സ്വർണ്ണപ്പാളി ഏത് വഴി കൊണ്ടുപോയി, ആരെയെല്ലാം വീടുകളിൽ എത്തിച്ച്, ആരെയെല്ലാം കാണിച്ചു എന്ന രീതിയിലുള്ള റൂട്ട് മാപ്പ് തയ്യാറാക്കുകയാണ്. ഇനി ആ റൂട്ട് മാപ്പ് തയ്യാറാക്കി വരുമ്പോൾ ഈ തെളിവുകൾ നശിപ്പിക്കപ്പെടും. ഇതിലെ പ്രധാന പ്രതികൾക്കെല്ലാം രക്ഷപ്പെടാനുള്ള ഒരു അവസരം കൂടിയാണ് നിലവിൽ ഒരുക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.